എല്ലാവർക്കും നമസ്കാരം. സാൻഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പൊറോട്ടയാണ്, ഗോതമ്പ് പൊറോട്ടയും മുട്ടക്കറിയുമാണ് മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ മുട്ടക്കറി കൂടെ തേങ്ങ, വലിയ ജീരകം, 2 ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാൻ പോകുന്നേ. എന്താ വെച്ചാൽ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്, സമയം കൊടുത്ത് അതുകൊണ്ട് സ്പീഡപ്പാക്കിയിലേക്ക് പണി കിട്ടും. ഹലോ, ഞാൻ കശുവണ്ടിയും മല്ലിച്ചപ്പ് ഇടാൻ മറന്നുപോയേ. അപ്പൊ ഇച്ചിരി കശുവണ്ടി എടുത്തിട്ടുണ്ട്, 2 ഇല മല്ലി ഇത് എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ടാണെങ്കിൽ ഒപ്പം അരക്കണേ, ഞാൻ മറന്നുപോയേ. ഇതിനകത്ത് നമ്മൾ നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. ഇതേ മറ്റെന്താ പറയാ, ഇത് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അല്ലാതെ എനിക്കിതിനെ കുറിച്ച് വ്യക്തതയൊന്നുമില്ല. മറ്റേ എന്താണ് രാജസ്ഥാൻകാരത്തെ ഒരു അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5-8 ലെയർ വരുമെന്നാ പറഞ്ഞത്. നോക്കാൻ ട്രൈ ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ അതിനകത്ത് മല്ലി പിന്നെ കരിഞ്ജീരകം ആഡ് ചെയ്തിട്ടാണ് ചെയ്തത്. കരിഞ്ജീരകത്തിന്റെ ആവശ്യമില്ല മോൾക്ക്, അപ്പൊ ഞാൻ കരിഞ്ജീരകം എടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ ലെയർ വരുന്നത്. ഇത് എത്രത്തോളം വരും എന്ന് അറിയത്തില്ല കേട്ടോ. ഇത് വെന്ത് കിട്ടാൻ തന്നെ പണിയാവും തോന്നും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് നെയ്യിട്ട് പുരട്ടിയിട്ടാണ് നമ്മള് പൊറോട്ടയുടെ റോളുകളാക്കി മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആ ഡ്രസ്സ് മൊത്തം മാവൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഡ്രസ്സ് മാറിയതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാം. ഈ ഒരെണ്ണം മതിയാവും, 5-8 ലെയറായിട്ട് വരും എന്നാ പറഞ്ഞത്. എങ്ങനെ രാജസ്ഥാനത്തെ ഒരു അമ്മ എന്നെ വീഡിയോ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. എങ്ങനെയാ നമുക്ക് നോക്കാം. ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊന്നും ഇടുന്നില്ല. നമ്മൾക്ക് അതൊന്നും ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണമെന്നും ഇഷ്ടമല്ല. അപ്പൊ നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം കച്ചി പിടിച്ച് കിടക്കാണ് നെയ്യ്. അപ്പൊ അതിനകത്ത് നമ്മളെല്ലാം ചീനിച്ചിട്ടിൽ മാറ്റി സവോളയൊക്കെ ഒന്ന് വെന്ത് ഇതായിട്ടുണ്ട്. അപ്പൊ മുട്ട ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇനിയിപ്പോ തേങ്ങാപ്പാൽ ചേർക്കാണ്. ഇതിൽ വെള്ളം ചേർക്കണ്ട. ഇതിനകത്ത് ഇനി തിളപ്പിക്കാൻ പാടില്ല. അപ്പൊ അത് പറഞ്ഞാൽ ചെറിയ ഒരു ആവി വന്നതും തന്നെ ഇറക്കാണ്. ചെറിയ കൊഴുപ്പിന്റെ കുറവുണ്ട്. അതിനകത്ത് നമ്മളിപ്പോ കോൺഫ്ലവർ ചേർക്കാണ്. ഇച്ചിരി പേരിന്, അതുമല്ല ഇച്ചിരി പേരിന്. ഇതിനകത്ത് വെള്ളച്ചിരി എടുത്തിട്ടുണ്ട്. ഇത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ. ഞാനിങ്ങനെ കോൺഫ്ലവർ ആഡ് ചെയ്യുന്ന ആളല്ല. പക്ഷെ കറിക്കകത്ത് ഇച്ചിരി കൊഴുപ്പ് കുറവാണ്. അതിന് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം. മല്ലിയിലയൊക്കെ കഴിഞ്ഞു, അത് കാരണമുള്ള മല്ലിയിലയൊന്നും ഇടാത്ത അരയ്ക്കാൻ ചേർത്തത്. മല്ലിയില കഴിഞ്ഞു ഉണ്ടായിരുന്നത് നമ്മൾ പൊറോട്ടയ്ക്ക് ഇട്ടു. പൊറോട്ടയാണ് അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത് പൊന്നൂസ് കഴിക്കുന്ന ദോശയാണ്. ഞാൻ പറഞ്ഞില്ലേ, രാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശയാണ്.
ശർക്കരയാണ്, ഒബ്സർവറിലാണ്. ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും ഉള്ളൂ. എൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ലഞ്ച് പാത്രത്തിലോട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പൊറോട്ട. ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പൊട്ടിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ സ്മൂത്താവും തോന്നുന്നു. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. മോള് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത്. അവൾക്ക് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലെയറൊക്കെ പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ട്രൈ ചെയ്ത് നോക്കാം. വെന്തിട്ടൊക്കെ ഉണ്ട്. അവർക്ക് സമയം ഉണ്ടാവില്ല, പൊട്ടിക്കാൻ സമയം കിട്ടില്ല. നാളെ ഓഗസ്റ്റ് 15 അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്കൂളിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് സമയം കിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി പൊട്ടിച്ച് വെക്കുന്നുണ്ട് എളുപ്പം കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാം കൂടി ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോവുമായിട്ട് നാളെ കാണാം.